ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് വഴിയെ പോയ വയ്യാവേലി, പുലിവാലി പിടിച്ചു, അബദ്ധങ്ങളിൽ ചെന്ന് ചാടല്ലേ, തെറ്റിൽ ചെന്ന് ചാടല്ലേ, പോത്തിന്റെ ചെവിയിൽ കിന്നര വായിച്ചിട്ട് കാര്യമില്ല, എന്റെ തലക്ക് വട്ടാകുന്നു, പിന്നെ അതുപോലെ തല പുണ്ണാക്കുക, ഇങ്ങനത്തെ കുറേ യൂസേജസ് നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പൊ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നും ഏതൊക്കെ കോണ്ടെക്സ്റ്റുകളിലാണ് അതൊക്കെ പറയുന്നതെന്നും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് തല പുണ്ണാക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. അമിതമായിട്ടൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊരു കാര്യത്തിന് ഇങ്ങനെ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോഴേക്കും അത് ഒരു മുറിവിന്റെ ഫലമാണ് നൽകുന്നത്. അങ്ങനെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലും കൂടി ഈ പ്രയോഗത്തിനുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയും ഡോണ്ട് അനോയ് യുവർ സെൽഫ് ബൈ ഓവർ തിങ്കിങ് എന്ന് പറയാം. ഡോണ്ട് അനോയ് യുവർ സെൽഫ് ബൈ ഓവർ തിങ്കിങ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് പറയാം ഡോണ്ട് റാക്ക് യുവർ ബ്രെയിൻ ബൈ തിങ്കിങ് അലോട്ട്. ഡോണ്ട് റാക്ക് യുവർ ബ്രെയിൻ ബൈ തിങ്കിങ് അലോട്ട്. ഇനി ഇത്ര തലപുണ്ണാക്കാൻ മാത്രം എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം വാട്ട് മേഡ് യു ടു അനോയ് യുവർ സെൽഫ് ദിസ് മച്ച്. വാട്ട് മേഡ് യു ടു അനോയ് യുവർ സെൽഫ് ദിസ് മച്ച്. അല്ലെങ്കിൽ നമുക്ക് പറയാം വാട്ട് മേഡ് യു ടു റാക്ക് യുവർ ബ്രെയിൻ ദിസ് മച്ച്. വാട്ട് മേഡ് യു ടു റാക്ക് യുവർ ബ്രെയിൻ ദിസ് മച്ച്. ഇനി വെറുതെ തല പുണ്ണാക്കല്ലേ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെ പറയും? ഡോണ്ട് അനോയ് യുവർ സെൽഫ് ഇൻ വെയിൻ. ഡോണ്ട് അനോയ് യുവർ സെൽഫ് ഇൻ വെയിൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോണ്ട് റാക്ക് യുവർ ബ്രെയിൻ ഇൻ വെയിൻ. ഡോണ്ട് റാക്ക് യുവർ ബ്രെയിൻ ഇൻ വെയിൻ. ഇവിടെ ഇൻ വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സെന്റൻസുകളിലെല്ലാം നമ്മൾ കണ്ടു അനോയ് യുവർ സെൽഫ് അല്ലെങ്കിൽ റാക്ക് യുവർ ബ്രെയിൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തല പുണ്ണാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ആ എക്സ്പ്രഷൻസ് ഓർത്ത് വെക്കുക, സംസാരത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു എക്സ്പ്രഷനാണ് ഒരു പരിധി വിട്ട് എന്ന് പറയും. നമ്മൾ പറയാറുണ്ട് ഒരു പരിധി വിട്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ എന്നൊരു അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രയോഗം മലയാളത്തിൽ നമ്മൾ ഒത്തിരി ഉപയോഗിച്ച് കാണുന്നതാണ്. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയുമെന്ന് നോക്കാം. നീ ഒരു പരിധി വിട്ട് സംസാരിക്കരുത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്? യു ഷുഡ് നോട്ട് സ്പീക്ക് ബിയോണ്ട് എ ലിമിറ്റ്. യു ഷുഡ് നോട്ട് സ്പീക്ക് ബിയോണ്ട് എ ലിമിറ്റ്. അപ്പൊ ഇവിടെ ബിയോണ്ട് എ ലിമിറ്റ് എന്ന് പറയുമ്പോഴേക്കും അതാണ് ഒരു പരിധി വിട്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. യു ഷുഡ് നോട്ട് സ്പീക്ക് ബിയോണ്ട് എ ലിമിറ്റ്. ഇനി നമുക്ക് നീ പരിധി വിട്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ യു ആർ ക്രോസിങ് ദ ലിമിറ്റ് എന്ന് പറയും. യു ആർ ക്രോസിങ് ദ ലിമിറ്റ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ കാണാറുണ്ടല്ലോ കുറേ ഒരുപാട് സംസാരിക്കുമ്പോഴേക്കും നമ്മൾ പറയും യു ആർ ക്രോസിങ് ദ ലിമിറ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ ക്രോസിങ് ദ ലിമിറ്റ് എന്നാണ് പരിധി വിട്ട് എന്നുള്ള ഒരർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഷീ എക്സീഡ്സ് ദ ബൗണ്ടറി ഓഫ് ഫ്രീഡം. ഷീ എക്സീഡ്സ് ദ ബൗണ്ടറി ഓഫ് ഫ്രീഡം എന്ന് പറയും. എക്സീഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതിര് കടക്കുക എന്ന് പറയും. അപ്പോൾ അവൾ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു അതിര് കടക്കുന്നു അല്ലെങ്കിൽ പരിധി വിട്ടു പോകുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളിവിടെ ഷീ എക്സീഡ്സ് ദ ബൗണ്ടറി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതിൽ എക്സീഡ്സ് ദ ബൗണ്ടറി ആണ് ഈ പരിധി വിട്ടു അല്ലെങ്കിൽ അളവ് വിട്ടു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഒരു മദ്യപാനി അവൻ പരിധി വിട്ട് മദ്യപിക്കുന്നു. അപ്പൊ അവൻ പരിധി വിട്ട് മദ്യപിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാം ഹി ഡ്രിങ്ക്സ് ഓവർ ദ ലിമിറ്റ് എന്ന് പറയാം. ഹി ഡ്രിങ്ക്സ് ഓവർ ദ ലിമിറ്റ്. അപ്പൊ ഇവിടെ ഓവർ ദ ലിമിറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനാണ് പരിധി വിട്ടുന്നു എന്ന് കാണിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ യാതൊരു പ്രയോജനവും കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല ഇതിനുകൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് പോത്തിന്റെ ചെവിയിൽ കിന്നരം വായിക്കുക അല്ലെങ്കിൽ കാറ്റിൽ പാറ്റുക എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കും. ഇത് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. പക്ഷെ സെന്റൻസുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ഇതൊക്കെയാണ്: whistling the wind, talking to a brick wall, beating a dead horse,
കാസ്റ്റിംഗ് പേൾസ് ബിഫോർ സ്വൈൻ, ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്നൊക്കെ നമ്മൾ ഈ സെയിം അർത്ഥം ഉൾക്കൊള്ളുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ് ഇതെല്ലാം. പോത്തിന്റെ ചെവിയിൽ കിന്നരം വായിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സാത്താനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പോത്തിനോടല്ല, സാത്താനോട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ ഡോണ്ട് പ്ലേ ദ ഫിഡിൽ ടു ദ ബഫലോ, ഡോണ്ട് പ്ലേ ദ ഫിഡിൽ ടു ദ ബഫലോ, അല്ലെങ്കിൽ ഡോണ്ട് സ്പീക്ക് ബൈബിൾ ടു സൈറ്റൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ ഞാൻ കാറ്റിൽ പാറ്റുകയായിരുന്നു എന്നൊരു ചോദ്യം, അതായത് ഞാൻ എൻ്റെ പ്രവൃത്തികളൊക്കെ വെറുതെ നിഷ്ഫലമായിട്ട് ചെയ്യുകയായിരുന്നു, ഞാൻ കാറ്റിൽ പാറ്റുകയായിരുന്നു. കാറ്റിൽ പാറ്റുക എന്നുള്ളത് നമ്മൾ അരിയൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ പാറ്റുമല്ലോ. അപ്പൊ അത് കാറ്റുള്ള സമയത്ത് പാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യർത്ഥമായിട്ട് ചെയ്യണതാണ്. കാറ്റില്ലാത്ത സമയത്താണെങ്കിൽ അത് പുറത്തോട്ട് കൃത്യമായിട്ട് പോവുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ കാറ്റിൽ പാറ്റുകയാണോ, ഞാൻ കാറ്റിൽ പാറ്റുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മളത് ഒരു ആത്മകഥം പോലെ, വാസ് ഐ വിസ്ലിംഗ് ദ വിൻഡ്, വാസ് ഐ വിസ്ലിംഗ് ദ വിൻഡ്, വാസ് ഐ. കാരണം ഈ വാസ് ആദ്യം ഉപയോഗിച്ചത് എന്താണ്, അതൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഹെൽപ്പിംഗ് വേർബിനെ ആദ്യം ഇട്ടിരിക്കുന്നത്. വാസ് ഐ വിസ്ലിംഗ് ദ വിൻഡ്. അപ്പൊ ഇവിടെ വിസ്ലിംഗ് ദ വിൻഡ് എന്നുള്ളതാണ് കാറ്റിൽ പാറ്റുക, വ്യർത്ഥമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ ഞാൻ കാറ്റിൽ പാറ്റുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വാസ് ഐ വിസ്ലിംഗ് ദ വിൻഡ് എന്നാണ് ചോദിക്കുന്നത്. ഇനി നീ ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് നീ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേക്കും യു ആർ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ, യു ആർ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. അതായത് നീ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഒരു ഇപ്പൊ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തെറ്റായ ഏതെങ്കിലും നമ്മൾ കുരയ്ക്കേണ്ട ഒരു സ്ഥലത്തല്ല കുരക്കുന്നത്, വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരു മരത്തെ നോക്കി കുരക്കുന്നു എന്ന് പറയുന്നത്, പട്ടി കുരക്കുന്ന കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ വാച്യാർത്ഥത്തിൽ അങ്ങനെ പറയാം. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇവിടെ ഈ പ്രവൃത്തി ചെയ്തിട്ട് ഇയാൾക്ക് വേണ്ടി ഈ പ്രവൃത്തി ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വേറൊരാൾക്ക് ചെയ്യേണ്ട കാര്യം ഇയാൾക്ക് ചെയ്തു കൊടുത്താൽ ഇയാൾക്ക് അതിനൊരു വിലയില്ല, വ്യർത്ഥമായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യു ആർ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് നീ നിന്റെ സമയം പാഴാക്കല്ലേ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല്. നീ നിന്റെ സമയം വെറുതെ പാഴാക്കി കളയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം, ഡോണ്ട് കാസ്റ്റ് യുവർ പേൾസ് ബിഫോർ സ്വൈൻ, ഡോണ്ട് കാസ്റ്റ് യുവർ പേൾസ് ബിഫോർ സ്വൈൻ. സ്വൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പന്നിയാണ്. പന്നിയുടെ മുമ്പിൽ നമ്മുടെ മുത്തുകൾ എറിഞ്ഞു കൊടുക്കല്ലേ. അപ്പൊ പന്നിക്ക് എന്താണ് ഇതൊന്നും അറിയില്ല, മുത്തുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുത്തുകൾ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ് അല്ലെ, വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ഈ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ പന്നിക്ക് അതൊരു വിലയില്ലാത്തതുകൊണ്ട് അത് ചവിട്ടി മതിച്ച് കളയും. അതുകൊണ്ടാണ് ഡോണ്ട് കാസ്റ്റ് യുവർ പേൾസ് ബിഫോർ സ്വൈൻ എന്ന് പറയുന്നത്. നീ നിന്റെ വിലപ്പെട്ട സമയം, നിന്റെ സമയം പാഴാക്കല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൊണ്ട് ഇടല്ലേ എന്നുള്ളൊരർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നീ ഈ ചെയ്യുന്നത് വെറുതെയാണ് കേട്ടോ, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി നീ ഉദ്ദേശിക്കുന്ന ഫലമൊന്നും തരൂല, അത് വെറുതെയാണ് നീ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാം, യു ആർ ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്, യു ആർ ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. നമ്മളിപ്പോ ഒരു ഡെഡ് ഹോഴ്സ്, ഒരു ചത്ത ഒരു കുതിരയെ പോയിട്ട് നമ്മൾ അതിനെ തല്ലുകയാണ് അല്ലെങ്കിൽ അടിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടാ? അത് അവിടെ തന്നെ കിടക്കും. അത് ചാത്ത കുതിരയായിരുന്നു വെച്ചെങ്കിൽ അതിൽ നമ്മൾ തട്ടിയോ അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് എഴുന്നേറ്റ് ഓടുകയെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷെ ഈ പ്രവൃത്തി വ്യർത്ഥമാണ്, നീ ചെയ്യുന്നത് വെറുതെയാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാം, യു ആർ ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. നീ വെറുതെ ഒരു ഉപകാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് പഠിച്ച എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില സമയത്ത് വീഡിയോ ഈ രീതിയിലായിരിക്കും, ഫേസ് കാണിക്കാതെയൊക്കെ ഇടേണ്ടി വരും. അപ്പൊ എല്ലാവരും ഒന്നും ഈ ഒരു സാഹചര്യത്തോട് ബെയർ ചെയ്യുക, അതായത് അതൊന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ. നമുക്ക് ഫേസ് കാണുക എന്നുള്ളത് സെക്കൻഡറി ആണ്, കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ഈ സമയവും ഈ വീഡിയോയൊക്കെ പ്രയോജനപ്പെടുത്തുക. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്, സുഖമായിട്ടിരിക്കുക, വീണ്ടും കാണാം.